പപ്പ, എന്തുകൊണ്ട് ഇതൊക്കെ എന്നോട് നേരത്തെ പറയാഞ്ഞേ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോഴാണ് എന്നെ അറിയിക്കുന്നത്. സെഡ്, വേണം വെച്ച് അറിയിക്കാതെ ഇരുന്നതല്ല. നിനക്ക് അവിടെ ഇപ്പൊ തന്നെ ഒരുപാട് ടെൻഷനുണ്ട്. അതിന്റെ കൂടെ ഇതും. എനിക്ക് അവര് രണ്ടുപേരെക്കാൾ വലുതല്ല വേറൊന്നും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക്. മോനെ, നീ എന്തൊക്കെയാ പറയണ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോൾ ആ ചെകുത്താന് അവരുടെ നിഴലിൽ പോലും തൊടാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞതാണെങ്കിൽ ഞാൻ ലച്ചുവിനെ പുറത്തോട്ട് അയക്കില്ലായിരുന്നു. ആ, ഇതൊക്കെ കൊണ്ടാ ഞാനും ഒന്നും പറയാഞ്ഞ്. ഞങ്ങളും അവരെ പുറത്തു പോകാതിരിക്കാൻ കുറെ ശ്രമിച്ചതാ. പക്ഷെ അതവരുടെ സംശയം കൂട്ടത്തേ ഉള്ളൂ. വിച്ചുവിന് ഇപ്പൊ തന്നെ എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ 3 മാസം എങ്ങനെയെങ്കിലും ആർക്കും ഒരു ആപത്തും കൂടാതെ കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. നമ്മളെ കരുതുന്ന പോലെ അതത്ര എളുപ്പമല്ല. അവൻ വീണ്ടും പഴയതിനേക്കാൾ ശക്തിയാർജിച്ചു വരും അവൾക്ക് വേണ്ടി. അത് തടയാൻ അത്ര എളുപ്പമല്ല. നമ്മളെല്ലാം മുൻകൂട്ടി കരുതിയിരിക്കണം. അവനിനി എത്ര ശക്തിയാർജിച്ച് വന്നിട്ടും കാര്യമില്ല. ഞാൻ ഒരിക്കലും എന്റെ പെങ്ങളെ അവന് വിട്ടുകൊടുക്കത്തില്ല. ഒരിക്കൽ കൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പണ്ടത്തെ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ മനസ്സിൽ കിടപ്പുണ്ട്. എല്ലാത്തിനും ചേർത്ത് ഞാൻ തിരിച്ചടിക്കുന്നുണ്ട്. അവന്റെ നാശം കണ്ടിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. സെഡ്, അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. കാർലൈലിനെ നശിപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അവനെ ഇല്ലാതാക്കണമെങ്കിൽ വജ്രം കൊണ്ട് നിർമ്മിച്ച വാൾ അവന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കണം. വജ്രം കൊണ്ട് നിർമ്മിച്ച വാളോ? അതെ, അതവന്റെ അച്ഛൻ തന്നെ നിർമ്മിച്ചതാ. പക്ഷെ അതിപ്പോ എവിടെയാ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. മറ്റു ശക്തികൾ ആ വാൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ആ വാൾ കണ്ടുപിടിക്കണം. അവന്റെ നാശം കാണാൻ ഞാൻ ഏതറ്റം വരെയും പോകും. വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നോ? ക്രിസ്റ്റൽ, ഈ ഒളിച്ചുകളി ഒന്ന് നിർത്തിക്കൂടെ? എന്റെ മുമ്പിലോട്ടൊന്ന് വന്നൂടെ തനിക്ക്? ഇത് എത്ര ദിവസമായി? ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. സമയമാകുമ്പോ ഞാൻ തന്നെ തന്റെ മുന്നിലോട്ട് വരും. ആ സമയം എപ്പോഴാന്ന് കൂടി ഒന്ന് പറഞ്ഞൂടെ? അത് ഈ അടുത്ത് തന്നെ ഉണ്ടാകും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാനെന്താ ഇപ്പൊ എല്ലാ ദിവസവും ഈ ഒരു സ്വപ്നം മാത്രം കാണുന്നത്, ഇങ്ങോട്ട് മാത്രം വരുന്നത്? അതിനൊരു കാരണമുണ്ട്. അതെനിക്കിപ്പോ പറയാൻ സാധിക്കില്ല. നീ എന്താ ഒന്നും അങ്ങ് തെളിയിച്ചു പറയാത്തെ? എനിക്കിതെല്ലാം കൂടി ഓർത്തിട്ട് വട്ട് പിടിക്കുവോ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നീ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഇപ്പൊ നിന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതിനെല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് ചിലപ്പോ നിന്നെ വേദനിപ്പിച്ചേക്കാം, പ്രിയപ്പെട്ടവരെ നിന്നിൽ നിന്നും അകറ്റിയേക്കാം. പക്ഷെ നീ തളരാതെ അതെല്ലാം ധൈര്യത്തോടെ നേരിടണം. നീ പറയുന്നത് കേൾക്കുമ്പോ എന്തോ ആപത്ത് വരുന്ന പോലെയുണ്ടല്ലോ. ഇനി നിന്റെ ജീവിതത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ ഘട്ടങ്ങളാണ് വരാൻ പോകുന്നത്. അതെല്ലാം കരുത്തോടെ നേരിടണം. നിനക്ക് കൂട്ടായി ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നെന്നും മാത്രം മനസ്സിലായി. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കൂടെയുള്ളവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. യു ആർ എ റിയൽ പ്രിൻസ് കാസ്റ്റിയൽ. പ്രിൻസോ? ഞാനോ? അതെ, ഒരു രാജകുമാരന് വേണ്ട എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്. ശരിക്കും? അപ്പൊ ഒരു കിങ് ആകാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്? അത് നീ വേണം തീരുമാനിക്കാൻ. ഞാൻ കിങ് ആയ താൻ എന്റെ റാണിയായി വരുമോ എന്റെ കൂടെ? താനാള് കൊള്ളാലോ. ഇതിന്റെ ഇടയിൽ എന്നെ വിളയ്ക്കാൻ നോക്കുന്നു. വേണ്ടട്ടോ. കണ്ടുപിടിച്ച് കളഞ്ഞു. എന്റെ ശബ്ദം മാത്രം കേട്ടിട്ട് ഇഷ്ടം തോന്നിയോ? എന്നെ നേരിൽ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്തിന്? എന്റെ പേര് പോലും അറിയില്ലല്ലോ. അതെന്റെ തെറ്റാണോ താൻ ഇതുവരെ എന്റെ മുന്നിൽ വരാത്ത? പിന്നെ എപ്പോഴും ഓർക്കും വരുമ്പോ തന്റെ പേര് ചോദിക്കാം, പക്ഷെ മറന്നു പോകും. എന്റെ പേര് നമ്മൾ നേരിൽ കാണുമ്പോ പറഞ്ഞ പോരെ? അതുവരെ തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. എന്നാ ഞാൻ പ്രിൻസസ് എന്ന് വിളിക്കാം.
പ്രിൻസസോ? അതെന്താ അങ്ങനെ വിളിക്കുന്നേ? അത് ഞാൻ പ്രിൻസ് ആണെങ്കിൽ താൻ എന്റെ പ്രിൻസസോ? കാസ്റ്റിയൽ, സ്വന്തമാക്കാൻ കഴിയില്ല എന്നറിയുന്നത് ഒരിക്കലും മോഹിക്കാൻ പാടില്ല. ഞാൻ പോകുക. പ്രിൻസസ്, പ്രിൻസസ്. എന്താടാ, എന്താ? പ്രിൻസസ്. പ്രിൻസസാ? എടാ, ഇത് ഞാനാടാ, നിന്റെ അലക്സ്, നിന്റെ സോൾമേറ്റ്. പ്രിൻസസ് എവിടെ? ഏത് പ്രിൻസസിന്റെ കാര്യം നീ പറയുന്നേ? ഇവിടെ എങ്ങും ഒരു പ്രിൻസസും ഇല്ല. ഇവിടെ ഉള്ളതൊന്ന് താഴെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ എന്തോ സ്വപ്നം കണ്ടതാ. വല്ല ദുസ്വപ്നമാണോ? അല്ലടാ, ഒരു സുഖമുള്ള സ്വപ്നോ. എന്താടാ ഒരു കള്ളച്ചിരി? മറ്റേ സ്വപ്നമാണോടാ? എങ്കിലും എന്നോടുകൂടെ പറയടാ. പോടാ വൃത്തികെട്ടവനെ. ഓ, നമ്മളെന്തെങ്കിലും പറഞ്ഞ അത് വൃത്തികേട്. അവന് സ്വപ്നം കാണാം. ഞാൻ കണ്ടുപിടിച്ചോളാടാ നിന്റെ പ്രിൻസസിനെ. കണ്ടുപിടിച്ച എന്നോടുകൂടെ പറയണേ. ഞാൻ തന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോഴാ അവൻ കണ്ടുപിടിക്കാൻ പോകുന്നു. മനുഷ്യനിവിടെ ശബ്ദം മാത്രം കേട്ടിട്ടുള്ളൂ. അതിനി എങ്ങനെ തപ്പിക്കണ്ടുപിടിക്കാന്ന് ഓർത്ത് വട്ടായിരിക്കുമ്പോഴാ അവന്റെ ഓരോ. മോനെ വിച്ചു, കുട്ട എന്നെ നോക്കിയേ. ഒന്നുമില്ലടാ കുട്ട, നിനക്കൊന്നുമില്ല. എന്താടാ പുല്ലേ നിനക്ക്? ഇത് തുടക്കത്തിന്റെയാ. വേഗം തന്നെ നല്ലൊരു ഡോക്ടറിനെ കാണിച്ചാ പെട്ടെന്ന് ശരിയാക്കാം. ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞ മൊത്തം നാണക്കേടാകും. എണീച്ചു പോടാ മാറി. ഭ്രാന്ത് നിന്റെ മറ്റേൾക്കാടാ. അത് ഓൾറെഡി ഒരു പിരിയിലേക്ക് കേസാ. അതിന്റെ പാതിയല്ലേ നീയും. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നോണ്ട് തെറ്റില്ല. ഇനിയും നീ ഇവിടെ കിടന്ന് പൊട്ടത്തരം പറഞ്ഞ അലക്സെ, സത്യമായിട്ടും നിന്നെ ഇവിടെ ഇട്ട് ഞാൻ ചവിട്ടിക്കൂട്ടും. അയ്യോ, അവൻ ടെററായി. ഇനി നിക്കണ്ട, സ്കൂട്ടാകുന്നതാ നല്ലത്. എന്നാ ശരിയളിയാ, എന്നെ മമ്മി വിളിച്ചു എന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ, പൊയ്ക്കോ പൊയ്ക്കോ. എന്നാലും നീ എവിടെയാ പ്രിൻസസ്? അമര, എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്ത പേടി തോന്നുവാ. നിന്റെ പ്രശ്നം എന്താ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. എനിക്ക് സാറിനെ കാണുമ്പോ എന്റെ ഹാർട്ട് ഇപ്പൊ പുറത്തു ചാടുന്നുള്ള അവസ്ഥയാ. സ്വാഭാവികം, ഇത് പ്രേമിക്കുന്ന എല്ലാവരിലും കണ്ടുവരുന്ന സ്ഥിരം രോഗമാണ്. ഒന്ന് പോടി. എനിക്ക് സാറിനേക്കാൾ വലിയ പേടി ഇപ്പൊ ആരെയാന്നറിയോ? ആരെയാ? വിച്ചു. വിച്ചുവിനെ എനിക്ക് പേടി. അവനാണ് എന്റെ മുഖത്ത് നോക്കി ഞാൻ ചിന്തിക്കുന്നത് പറയും. അതുകൊണ്ട് അവന്റെ കണ്ണിപ്പെടാതെ മുങ്ങി നടക്കുക ഞാനിപ്പോ. ആ ബെസ്റ്റ്. എത്ര കാലം മുങ്ങി നടക്കാനാ നീ? എനിക്കറിയില്ല. വിച്ചു എങ്ങാനും ഇതറിഞ്ഞ തീർന്നു. ഒന്ന് പോടി. വിച്ചു പാവോ. അവൻ നിങ്ങളുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഉറപ്പാ. സപ്പോർട്ട് ചെയ്താ മതിയായിരുന്നു. പിന്നെ ശ്രദ്ധിച്ചായൻ ഇച്ചായന് ഡൗട്ട് ഉണ്ടെന്നാ തോന്നുന്നത്. എന്നെ ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ പേര് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോ ആ റൂട്ട് ക്ലിയർ ആയി. ശ്രദ്ധിച്ചാല് നിങ്ങളുടെ റിലേഷന് കുഴപ്പമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. പക്ഷെ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. പിന്നെ എടി, സാറിന് എന്നെ ഇഷ്ടമാകണ്ടേ? ഓ, അതായിരുന്നോ? അതൊക്കെ ഇഷ്ടമായിരിക്കുന്നേ. അതെങ്ങനെ നിനക്കറിയാം? അത് സാറിന് നിന്നോടുള്ള പെരുമാറ്റം കണ്ടാ മനസ്സിലാകില്ലേ? ശരിക്കും? അപ്പോ ഞാൻ പോയി പ്രപ്പോസ് ചെയ്യട്ടെ? ധൈര്യമായി പോയി പറഞ്ഞു. എന്റെ എല്ലാ അനുഗ്രഹവും ഞാൻ തന്നിരിക്കുന്നു. അല്ല, എന്ന് പറയാനോ പോണേ? ഈ ഫ്രൈഡേ പറയാം. ഓക്കെ മോളെ, സെറ്റ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോ. ഒന്ന് പോടി. ശരി എന്നാ ഞാൻ വെക്കുക, പിന്നെ വിളിക്കാം. ബൈ. ലച്ചു, എന്താ എന്താ? നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ കോളിലായിരുന്നു. എന്താ വെച്ചു? ആ, ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇതിനാണോ നീ അലറി വിളിച്ച്? മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. നീ ശ്രദ്ധിച്ചതിനെ കണ്ടോ? ഇച്ചായൻ ഓഫീസിൽ പോയേക്കോ. എന്താണ് പ്രശ്നം? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അതിനെന്തിനാ ചൂടാവുന്നേ? ഈയിടെ രണ്ടിന് എന്ത് ചുറ്റിക്കളിയുണ്ട്. എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പ്ലാനാന്ന് മനസ്സിലായി. ഞാൻ കണ്ടുപിടിച്ചോളാം. ആണോ? എന്നാ ഡിറ്റക്റ്റീവ് മേഡം ചെന്നാട്ടെ, പോയി കണ്ടുപിടിക്ക്. ഞാൻ കണ്ടുപിടിച്ചോളാം. ലച്ചു, നിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താന്ന് എനിക്കറിയാം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ അലക്സിന്റെ പെണ്ണ, അവന് വേണ്ടി ജനിച്ചവൾ. നിന്നെ ഇവാന് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല.
കാര്യമായി തിരയുന്നേ? ഇവാൻ സാറിനെ ഇന്ന് മുതൽ ശ്രദ്ധിച്ചാണ് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പോകുന്നത്. അത് കാരണം ഞാൻ ഇന്ന് ഇവാൻ സാറിനെ കണ്ടിട്ട് പോലും ഇല്ല. ഓഹോ, മിസ്സിംഗ്. ആ, എനിക്ക് മിസ് ചെയ്യാൻ ഇതുപോലെ ആരും ഇല്ലല്ലോ കർത്താവേ. ഹേ ഗേൾസ്. ഓ, വന്നു ശല്യം. ഗുഡ് മോർണിംഗ് ഗൈസ്. ബാഡ് മോർണിംഗ് മൈ ഡാർലിംഗ്. രാവിലെ തന്നെ കലിപ്പിലാണല്ലോ. നിന്നോട് ഞാൻ എത്ര തവണ പറയണം എന്നെ ഡാർലിംഗ് വിളിക്കല്ലേന്ന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും, അതിന് നിനക്കെന്താ? അല്ലേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോകുക. നിനക്ക് രാവിലെ തന്നെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാതെ സമാധാനമില്ല അല്ലേ? ഇതൊക്കെ ഒരു രസമല്ലേ? ദേവി, നീ ഇവാൻ സാറിനെ കണ്ടോ? സാറ് ലൈബ്രറിയിലുണ്ടല്ലോ. ആണോ? എന്നാ ഞാനിപ്പോ വരാവേ. സംതിങ് ഫിഷി. ഇതിന് മാത്രം എന്താണോ അതിൽ ഇത്രയും വായിക്കാൻ? ആളെ കാണാൻ വേണ്ടിട്ട് കെട്ടി ഒരുങ്ങി വന്നപ്പോ എങ്ങും ഇല്ലാത്തൊരു വായന. എന്നെ ഒന്ന് നോക്കടോ മുറടോ. ഇങ്ങേര് നോക്കും തോന്നുന്നില്ല. ഞാൻ തന്നെ പോയി സംസാരിക്കാം, അതേ നടക്കൂ. ഇവാൻ സാർ ബിസിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നോട് ദേഷ്യമാണോ? തന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ ആരാ? അല്ല, നമ്മളെ തമ്മിൽ അതിന് എന്താ ഉള്ളേ? ഞാൻ ജസ്റ്റ് നിന്റെ പ്രൊഫസർ മാത്രമല്ലേ? ഇവാൻ സർ, സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞേ. എന്തുദ്ദേശിച്ചിട്ടാണെങ്കിലും നീ പറഞ്ഞത് തന്നെയാ ശരി. ഞാൻ നിന്റെ പ്രൊഫസർ മാത്രം, ജസ്റ്റ് യുവർ പ്രൊഫസർ, നത്തിങ് മോർ. ഹലോ, ഹു ഇസ് ദിസ്? ഇവാൻ ഫിലിപ്സിന് എന്നെ അറിയാൻ ചാൻസ് ഇല്ല, പക്ഷേ തന്നെ എനിക്ക് നല്ല പോലെ അറിയാം. ഹലോ, ഇതാരാ? എന്നാലും ഇവാൻ, നിനക്ക് എങ്ങനെ തോന്നി ലിഡിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ? പാവം, നീ വഴക്ക് പറഞ്ഞതിന് ശേഷം ലൈബ്രറിയിൽ ഇരുന്ന് കരച്ചിലായിരുന്നു. നീ കാരണം അവൾ ഇന്ന് ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല. നീ ആരാ? നിനക്കെങ്ങനെയാ ലിഡിയെ അറിയാം? ഞാൻ പറഞ്ഞല്ലോ ഇവാൻ ഫിലിപ്സിന് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ വേറെ ചിലർക്കൊക്കെ എന്നെ അറിയാം. ഡോക്ടർ ലെവിസിച്ചായന് സുഖം തന്നെ അല്ലേ? താൻ ആരാ? തനിക്കെങ്ങനെ ഇവരെയൊക്കെ അറിയാം? എന്ത് ചെയ്യാനാ, എല്ലാരെയും എനിക്ക് പരിചയപ്പെടേണ്ട വന്നു. നീ കാരണം. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർ വേദനിക്കുന്നത് കാണുമ്പോഴാണ്. ഡോണ്ട് യു ഡെയർ. ഇവാൻ, യു നോ വാട്ട്, ലിഡിയ, ഷീ ഈസ് സച്ച് എ ബ്യൂട്ടി. ആര് കണ്ടാലും സ്വന്തമാക്കാൻ ഒന്ന് മോഹിക്കും. യു ബാസ്റ്റർഡ്. വാവ്, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കി. അവളുടെ മേലെ നിന്റെ ഒരു നോട്ടം പതിഞ്ഞാ പോലും പിന്നെ നീ ഇവാൻ ഫിലിപ്സ് ആരാന്നറിയും. ഓ റിയലി? എന്നാ അതൊന്ന് കാണണല്ലോ. ചുമ്മാ പറയല്ല, ലിഡിയെ ഉറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയെന്നറിയോ? പാവം, കുറെ കരഞ്ഞു എന്നാ തോന്നുന്നെ. ക്ഷീണിച്ചുറങ്ങിപ്പോയി. ഞാൻ അവളുടെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് പോലും അവൾ അറിഞ്ഞിട്ടില്ല. എന്നാലും നീ എന്ത് പണിയാ ഇവാനെ കാണിച്ചേ? അവള് നിന്നോട് സോറി ചോദിക്കാനല്ലേ വന്നേ, അപ്പൊ നീ അവളെ വഴക്ക് പറഞ്ഞു വിട്ടു. പാവം എന്റെ ലിഡിയ. അവളുടെ മേത്ത് നിന്റെ ഒരു വിരൽ പതിഞ്ഞ നീ നാളത്തെ സൂര്യോദയം കാണില്ല. ശരിക്കും? എന്നാ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ലിഡിയുടെ തൊട്ടടുത്ത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്. ഐ വിൽ മേക്ക് ഹെർ മൈൻ. നീ ആരാന്ന് പറയടാ. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. പ്രിൻസസ് ലിഡിയ വില്യം വാട്സൺ, മാലാഖമാരുടെ രാജകുമാരി.
കുറച്ചുകൂടി ക്ഷമിക്കു പ്രിൻസസ്. നിന്നെ എന്റെ രാജകുമാരിയാക്കിയിരിക്കും ഞാൻ. ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങിയോ? സമയം എന്തായി? എന്താ ശബ്ദം? ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഇതാരാ താഴെയിട്ട്? ഇവിടെ എങ്ങും ആരില്ലെന്നാ തോന്നുന്നു. ആരാ ആരാ അവിടെ? ക്ലോസ് യുവർ ഐസ്. ഇവാൻ സർ. ലിഡിയ, കണ്ണടയ്ക്കാൻ. എന്താ പറ്റിയ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണ് തുറന്നോ. എന്താ സർ, എന്തിനാ കണ്ണടയ്ക്കാൻ പറഞ്ഞേ? അത് അല്ല, നീ ഇത്ര നേരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാ? സെഡ്ഗേൽ വന്നില്ലേ വിളിക്കാൻ? അത് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ടൈം പോയത് അറിഞ്ഞില്ല. സെഡ്ഗേൽ വന്നില്ലേ അപ്പോ? അത് ഞാൻ ഇച്ചാനോട് വരണ്ടെന്ന് പറഞ്ഞു. എന്തിന്? ലിഡിയ ചോദിച്ചത് കേട്ടില്ലേ? എന്തിനെന്ന്? ഇച്ചാനോട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. എനിക്ക് സാറിന്റെ കൂടെ വന്നാ മതി. പക്ഷെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. എന്റെ കൂടെയോ? സാറിന് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. ഞാനത് പറഞ്ഞു തീർക്കണമെന്ന് കരുതിയതാ. സാർ സോറി, ഞാൻ ഇന്നലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റാ. ഞാൻ ഇന്നലെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പെട്ടെന്നുള്ള സങ്കടത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. സോറി സാർ. സാർ എന്തിനാ ചിരിക്കുന്നേ? നത്തിങ്. വാ പോകാം. ഇനിയും ലേറ്റായ സെഡ്ഗേൽ എന്നെ പഞ്ഞിക്കിടും. നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അപ്പോ സാറിന് എന്നോട് ദേഷ്യമൊന്നും ഇല്ലേ? ഞാൻ എന്തിനാ തന്നോട് ദേഷ്യപ്പെടുന്നത്? വാ പോകാം. ആ വന്നോ? നീ എന്താ ഇത്ര ലേറ്റ് ആയേ? അത് വരുന്ന വഴി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതാ. ആ, രണ്ടാളും കേറി വാ. നോട്ട് ബാഡ്. എന്റെ കൂടെ നടന്നിപ്പോ കള്ളം പറയാനൊക്കെ പഠിച്ചു. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും അവിടെ നിൽക്കാതെ കേറി വാ. ഇവാൻ ബ്രോ, ഇവള് വല്ല ശല്യം ചെയ്യുന്നുണ്ടോ? ഇവളായതുകൊണ്ട് പറയാ, കിളി ബോയ് ആയിട്ടുവോ? അലക്സിച്ചായ, ഇതിന് ഞാൻ പണി തന്നിരിക്കും. ഇല്ലേ എന്റെ പേരിതാ അവന്റെ പട്ടിക്കിട്ടോ. എടി എടി എടി, എന്റെ ടാനിയെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഓ, ഒരു ടാനി. എന്താടി നിനക്കൊരു പുച്ഛം? പുച്ഛിക്കാൻ പറ്റിയ ഒരു സാധനം. ഒന്ന് പോയോടെ ഇറക്കാം. എടി കരടിക്ക് പരിണാമം സംഭവിച്ചോളെ. നീ പോടാ കടുവേ. ഓ, രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ, രണ്ട് ഇതുപോലെ അടികൂടാനാണ് ഭാവമെങ്കിൽ രണ്ടിനി ടൂറിന് കൊണ്ടുപോകില്ല. ടൂറോ? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ, ഒരു ഫാമിലി ടൂർ. ശരിക്കും?
നമ്മള് മാത്രമല്ല അന്നമ്മയും ഇച്ചായമാരും ഉണ്ട്. ഞങ്ങളോ? ആ അതെ സർ. എനിക്ക് ഇച്ചായന് ലീവ് കിട്ടാൻ വഴിയില്ല, നിങ്ങൾ എല്ലാരും പോയിട്ട് വാ. അതാണോ? അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ലെവിസ് ഇച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീവിന്റെ കാര്യം. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു. ഇനി തന്റെ കൂടെ അറിയേണ്ടതേ ഉള്ളൂ. എനിക്ക് ലീവ് കിട്ടുമെന്നറിയില്ല. എനിക്ക് മാത്രമല്ല ലിഡിയയ്ക്കും. അവൾക്ക് ഇപ്പൊ തന്നെ കുറെ ആബ്സെൻസ് ഉണ്ട്. ഇനിയും ലീവ് കിട്ടുമെന്ന് ഡൗട്ടാ. അങ്ങനെ പറയല്ലേ, എനിക്കും ടൂർ പോണം. നിനക്ക് അങ്ങനെ തന്നെ വേണോടി വിച്ചു. ലച്ചു ഇല്ലാതെ ആരും എങ്ങോട്ടും പോകില്ല. വേണ്ട, ഞാൻ കാരണം ആരും പോകാതിരിക്കണ്ട. താനിങ്ങനെ സെഡാകല്ലോടോ. ഞാനൊന്ന് പ്രിൻസിപ്പാളായി സംസാരിച്ചു നോക്കട്ടെ. ശരിക്കും താങ്ക് യു സോ മച്ച്. ഞാനെന്നാ പോയി പെട്ടി പാക്ക് ചെയ്യട്ടെ. അവളിപ്പോഴും കുഞ്ഞു കൊച്ച. അതാ. ആ മനസ്സിലായി. ഇവാൻ ബ്രോ, അന്ന വീട്ടിലുണ്ടോ? ആ ഉണ്ടാകണം. എന്നാ ഞാനും ഉണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഒരു കാര്യം പറയാനുണ്ട്. ആടോ, എന്നാ ഒരുമിച്ച് പോകാം. ഒന്നുചേരാൻ വിധിച്ചിട്ടില്ലാത്ത രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുവോ. ആരും ഒന്നിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേ. വിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ, എന്താ പറ്റിയേ? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചതാ. ഉറപ്പാണോ? നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അതൊന്നുമില്ലടാ, ഞാൻ ലച്ചുവിനെ കുറിച്ച് ഓർത്തതാ. അവൾക്കെന്താ? എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്ന പോലെ. അവളെ സേഫ് ആക്കണം. നീ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, ഞാൻ പറയാറില്ലേ ഞാൻ ഡെയിലി ഒരേ സ്വപ്നം കാണുന്നുണ്ടെന്ന്. ശരിക്കും അതൊരു സ്വപ്നമല്ല. എനിക്കാരോ മുന്നറിയിപ്പ് തരുന്ന പോലെയാ തോന്നുന്നേ. എനിക്ക് മനസ്സിലായില്ല. എടാ, എപ്പോഴും ഞാൻ ആ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ കാണാറുണ്ട്. അല്ല, അവളുടെ ശബ്ദം കേൾക്കാറുണ്ട്. അവൾ എപ്പോഴും എന്നോടൊരു കാര്യം ആവർത്തിച്ചു പറയാറുണ്ട്. ഒരിക്കലും ഒന്നിക്കാൻ വിധിച്ചിട്ടില്ലാത്തവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതെല്ലാം ലച്ചുവായി കണക്റ്റഡാ. എടാ, അത് ജസ്റ്റ് ഒരു ഡ്രീം അല്ലേ? അത് നീ സീരിയസ് ആയി എടുക്കാതെ. അല്ലടാ, ഇത് ജസ്റ്റ് നോർമൽ ഡ്രീം പോലെ ഇല്ല. അങ്ങനെയാണ് ഞാൻ എന്താ എല്ലാ ദിവസവും ഒരു സ്വപ്നം മാത്രം കാണുന്നേ? ആ സ്വപ്നത്തിൽ ഒരു സ്ഥലത്തോട്ട് തന്നെ പോന്നേ, അവളെ മാത്രം കാണുന്നേ. എടാ ലച്ചുവിന് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുവാ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. നീ കണ്ണു തുടച്ചേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? നിനക്ക് ഇവാനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവാൻ എന്താ ജെന്റിൽമാൻ. ആളൊരു നല്ല പേഴ്സണാലിറ്റിയാ. കുറച്ച് സൈലന്റ് ആന്നേ ഉള്ളൂ. ഇവാൻ എനിക്ക് എന്താന്നറിയില്ല, എന്തൊക്കെയോ എവിടെയോ ശരിയല്ലാത്ത പോലെ. ഐ ഫീൽ സംതിങ് വിയർഡ് അബൌട്ട് ഹിം. നീ എന്തൊക്കെയാടാ പറയുന്നേ? ഇവാൻ എന്തിനാ സംശയിക്കുന്നേ? അവൻ അതിനെന്ത് ചെയ്തു? ഒന്നും ചെയ്തൊന്നുമില്ല. ബട്ട് ഇത്രയും കാലമില്ലാതെ പെട്ടെന്ന് അപ്രതീക്ഷമായി വന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഡൗട്ട്. ഐ ഡോണ്ട് നോ, എന്റെ തോന്നലായിരിക്കാം മേ ബി. അത് ശരിയാ നീ പറഞ്ഞത്. പെട്ടെന്നായിരുന്നു ഇവാന്റെ വരവ്. അന്നയ്ക്ക് ഇങ്ങനെ ഒരു ബ്രദർ ഉള്ളത് പോലും നമ്മൾ ഇത്രയും കാലം കൂടെ നടന്നിട്ട് അറിയില്ലായിരുന്നു. എന്താണ് സോൾമേറ്റ്സ് രണ്ടും ഇവിടെ ഇരുന്നൊരു ഗൂഢാലോചന? അതോ, ഒരു പൂച്ച കുഞ്ഞ് കുറച്ചു ദിവസം ഇവിടെയൊക്കെ പമ്മി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിനെ കയ്യോടെ പൊക്കാൻ പ്ലാൻ ഇടുമായിരുന്നു. അയ്യോ,
എന്നെ ആക്കിയതാണോ? എന്നാ ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ? എന്നാലല്ലേ എനിക്ക് അതിനനുസരിച്ച് റിയാക്ഷൻ തരാൻ പറ്റുള്ളൂ. ഓ അല്ല, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ വന്നതാ. റോസമ്മേ, നീ നോക്കുന്ന ആൾ ഇവിടെ ഇല്ല. പപ്പയുടെ കൂടെ ഓഫീസിൽ പോയി. ഞാൻ ആരെ നോക്കിയെന്നാ നീ പറയുന്നേ? കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. കണ്ണടച്ച് പാല് കുടിച്ച് ആരും അറിയില്ലെന്നാ പൂച്ചയുടെ വിചാരം. എടാ അലക്സേ, അനാവശ്യം പറയരുത്. ഞാനും സെറ്റും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. അതിന് ഞാൻ സെറ്റിച്ചതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അതവിടെ നിക്കട്ടെ. മോളെന്താ ഉദ്ദേശിച്ചേ? ഞാൻ എന്താ ഉദ്ദേശിക്കാൻ? അല്ലടാ, ഇവനിതെന്താ പറ്റിയേ? ഓ, അത് ലച്ചുവിനെ കുറിച്ച് ഓർത്ത് വിഷമത്തിലാ. ഓ, എന്തൊരു സ്നേഹം. നേരിക്കണ്ട കീരിയും പാമ്പും. അന്ന, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അതിന് നീ എന്തിനാ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നേ? നിനക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങ് ചോദിക്കേ. ഇവാൻ ഇതിനു മുന്നേ എവിടെയായിരുന്നു? അതായിരുന്നോ? കുഞ്ഞിച്ചായൻ ലണ്ടനിലായിരുന്നു. അവിടെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും വർഷം? നിങ്ങളെ ഒന്ന് കാണാൻ വരാൻ പോലും സമയമില്ലായിരുന്നു. അതോ, ഇച്ചായൻ റിസർച്ച് ഫീൽഡിലായിരുന്നു. എപ്പോഴും എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്തെ കൾച്ചറും കാര്യമൊക്കെ അറിയാൻ. പിന്നെ ഇപ്പൊ എന്തിനാ ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നേന്ന് ചോദിച്ചാ എനിക്കറിയില്ല. പുള്ളിക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യും. ഇനി ഇത് എത്ര ദിവസം ഉണ്ടാവുന്ന തമ്പുരാനറിയാം. നിങ്ങളെ കോണ്ടാക്ട് പോലും ചെയ്യാറില്ലേ? ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും മാത്രം. ആള് ഫുൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് ടൈം കിട്ടുമ്പോ വിളിക്കാറുണ്ട്. സെഡിനെ പോലെ തന്നെയാ, എപ്പോഴെങ്കിലൊക്കെ വിളിക്കാറുള്ളൂ. രണ്ടും ഒരേ വേവ് ലെങ്താ. ഓ, അല്ല, ഇപ്പൊ എന്താ കുഞ്ഞിച്ചായനെ കുറിച്ചൊരു അന്വേഷണം? അതൊന്നുമില്ല. പുള്ളിയെ കുറിച്ച് വലുതായി ഒന്നും അങ്ങനെ അറിയില്ലല്ലോ, അതാ ചോദിച്ചേ. അല്ല, ഇവാൻ ഇതിനു മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നിന്നോട് ആരാത് പറഞ്ഞേ? ഞാനും ഇവാനും കൂടി ഒന്ന് നടക്കാൻ പോയി. അപ്പോ ഇവാൻ തന്നെ പറഞ്ഞതാ. ഇച്ചായൻ എന്താ പറഞ്ഞേ? കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ ചുമ്മാ റിലേഷൻ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോ ഒന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ ഇല്ല. അതെന്ത് പറ്റി? എല്ലാം നമ്മളെ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. നമ്മുടെ വിധിയിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് ആർക്കും അറിയില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ച്? അപ്പോ ആ കുട്ടി ഇപ്പോ? എടി സോറി, ഞാൻ അറിയാതെ. സാരമില്ലടാ. പെട്ടെന്ന് ഈ ചേച്ചിയെ ഓർമ്മ വന്നു. ഷീസ് ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നോ, മൈ ബെസ്റ്റ് സിസ്റ്റർ. എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു. എന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകും. പക്ഷെ ഇപ്പോ എടി സോറി, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ സോറി ചോദിക്കുന്നത്? ഞാൻ പെട്ടെന്ന് പഴയ കാര്യമൊക്കെ ഓർത്തു. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. മൊത്തം ഷോക്കായല്ലോ. ഇത് മാറ്റാൻ നമുക്ക് 3 പേർക്കൊന്ന് പുറത്തു പോയാലോ? എടാ, അത് വേണോ? പപ്പ അറിഞ്ഞ? അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. രണ്ടും പോയി റെഡിയാക്കിയേ.
എനിക്ക് വിശക്കണു. നീ എന്തിന്റെ കുഞ്ഞാടി, ഇപ്പോഴല്ലേ ഒരു ലോഡ് ഫുഡ് അകത്താക്കി, അപ്പോഴേക്കും വീണ്ടും വിശക്കുന്നോ? എടാ അത് കുറച്ചു മുന്നല്ലേ, പിന്നെ കുറെ റേഡിലൊക്കെ കേറി. എനിക്ക് വീണ്ടും വിശക്കുന്നു. വാ എന്തെങ്കിലും കഴിക്കാം. ഓ ശരി വാ. ഓ എടിയൊന്ന് പതിയെ കഴിക്ക്, ആരും എടുത്തോണ്ട് പോയില്ല, അത് ഫുൾ നിനക്കുള്ളതാ. കണ്ണു വെക്കല്ലേടാ. വിച്ചു നീ എന്ത് നോക്കിയിരിക്കോ, കഴിക്ക്. അലക്സ്, എനിക്കെന്തോ ശരിയായി തോന്നുന്നില്ല. ആരോ നമ്മളെ വാച്ച് ചെയ്യുന്ന പോലെയുണ്ട്. ആര് വാച്ച് ചെയ്യാൻ? നിനക്ക് തോന്നിയതായിരിക്കും. അല്ലടാ, ബ്ലാക്ക് ഹൂഡിയിട്ട് ഒരാള് അമ്യൂസ്മെന്റ് പാർക്കിൽ നമ്മൾ പോയപ്പോ നമ്മളെ വാച്ച് ചെയ്തതായി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്റെ തോന്നലാണെന്നാ വിചാരിച്ചേ, ബട്ട് അല്ല, ഞാൻ അയാളെ വീണ്ടും സിഗ്നലിന്റെ അവിടെ വെച്ച് കണ്ടു. പെട്ടെന്നെന്താ ഇങ്ങനെ തോന്നാൻ കാര്യം? എടാ എന്നാ നമുക്ക് അധിക നേരം ഇവിടെ നിക്കണ്ട, വേഗം പോകാൻ നോക്കാം, വാ. എടാ നിക്ക്, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലുള്ളൂ. ഇപ്പൊ തന്നെ പോയ സ്റ്റോക്കറിന് ചിലപ്പോൾ ഡൗട്ട് തോന്നും. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ ബിഹേവ് ചെയ്യാം. ഇവൻ പറയുന്നത് ശരിയാ, നമ്മള് നോർമലായി ബിഹേവ് ചെയ്യാം. കാസ്റ്റിയൽ, നീ ഞാൻ കരുതിയ പോലെയല്ല. യു ആർ ബ്രേവ്. നിന്നെ കാണുമ്പോ എനിക്ക് വേറൊരാളെ ഓർമ്മ വരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനായുസ് കുറവായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണേ. എടാ അലക്സേ, ആരായിരിക്കും അത്? അറിയില്ലടാ, എന്തായാലും കണ്ടുപിടിക്കാം. ഇപ്പോ പപ്പയോട് ഇതൊന്നും പറയാൻ നിക്കണ്ട. അന്ന, നീയും ഇച്ചായമാരോടൊന്നും പറയാൻ നിക്കണ്ട, വെറുതെ ടെൻഷൻ ആക്കണ്ട. ഇല്ല, ഞാൻ ഇച്ചായനോട് പറയില്ല.